ഒരു ജോലിക്കാരൻ കമ്പനിയിലെ മാനേജരോട് പരാതി പറഞ്ഞു. സർ, ഞാനിവിടെ വന്നിട്ട് വർഷങ്ങളായി. ഇതുവരെ എനിക്കൊരു സ്ഥാനക്കയറ്റമോ ശമ്പള വർധനമോ ലഭിച്ചിട്ടില്ല. എന്നാൽ എന്നേക്കാൾ വൈകി വന്നവർ വലിയ പദവികളിലെത്തി. മാനേജർ അയാളെ ജനാലക്കരികിലേക്ക് വിളിച്ചു. പുറത്തെ വലിയൊരു വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ മരം കണ്ടോ? അത് തണൽ നൽകുന്നു, കിളികൾക്ക് കൂടൊരുക്കുവാൻ ഇടം നൽകുന്നു, വായു ശുദ്ധമാക്കുന്നു. അതുകൊണ്ടാണ് പ്രകൃതി ചുറ്റുപാടുകളും അതിനെ വളരാൻ അനുവദിക്കുന്നതും വെള്ളവും വളവും നൽകുന്നതും. നീ ഈ കമ്പനിയിൽ നിന്ന് ശമ്പളം വാങ്ങുന്നതല്ലാതെ കമ്പനിക്ക് അധികമായി എന്ത് മൂല്യമാണ് തിരിച്ചു നൽകുന്നത്? അയാൾ ആലോചിച്ചു. താൻ ഇതുവരെ പറയുന്ന പണി മാത്രം ചെയ്യുന്നൊരാളാണ്. അന്നുമുതൽ തന്റെ പ്രവർത്തന രീതി മാറ്റി. മറ്റുള്ളവരെ സഹായിക്കാനും പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കാനും പ്രശ്നങ്ങൾ സ്വയം ഏറ്റെടുത്ത് പരിഹരിക്കാനും സർവോപരി ജോലിയോടുള്ള സമീപനം മാറ്റുവാനും തീരുമാനിച്ചു. അയാൾ വെറുമൊരു ജീവനക്കാരനല്ലാതെ ആയി മാറി. അയാൾ ക്രമേണ കമ്പനിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു മുതൽക്കൂട്ടായി മാറി. അധികം വൈകാതെ അയാൾ ആഗ്രഹിച്ചതിനേക്കാളും വലിയ പദവികൾ അയാളെ തേടിയെത്തി. ശമ്പളത്തിന് ആനുപാതികമായി ജോലി ചെയ്യുന്നവർക്ക് ആ ശമ്പളം മാത്രമേ ലഭിക്കൂ. അതിൽ കൂടുതൽ ലഭിക്കണമെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ സ്വന്തമായി ഒരു കയ്യൊപ്പെങ്കിലും പതിപ്പിച്ചിരിക്കണം. എനിക്ക് എന്ത് കിട്ടി എന്ന് ചോദിക്കുന്നതിന് പകരം എനിക്കെന്തു കൊടുക്കാൻ സാധിച്ചു എന്ന് ചിന്തിക്കുന്നിടത്താണ് ജീവിതത്തിന്റെ വളർച്ച ആരംഭിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എന്റെ മോട്ടിവേഷൻ.